നമ്മള് എല്ലാവിധത്തിലുള്ള വിഘ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും എല്ലാ ഗൃഹസ്ഥന്മാരും അനുവർത്തിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭൂതയജ്ഞം. എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗൃഹസ്ഥന്റെ ധർമ്മം. അപ്പൊ ആ ഭൂതയജ്ഞത്തിൽപ്പെട്ട ഒന്നാണ് ഗോപൂജ, ഗജപൂജ മുതലായത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഗജപൂജ നടത്തുന്നത്. ഒന്ന്, ഗണപതിയുടെ പ്രതീകമായിക്കൊണ്ട് പ്രത്യക്ഷ ഗണപതി എന്നുള്ള സങ്കല്പത്തിലും, രണ്ടാമത്തേത് ഭൂതയജ്ഞം എന്നുള്ള സങ്കല്പത്തിലും. അപ്പൊ എല്ലാവരും എല്ലാവിധ വിഘ്നങ്ങളും തീർത്തു തരുന്ന വിഘ്നേശ്വരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക. ഓം സുമുഖായ നമഃ, ഓം ഏകദന്തായ നമഃ, ഓം കപിലായ നമഃ, ഓം ഗജകർണകായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം വികടായ നമഃ, ഓം വിഘ്നരാജായ നമഃ.